അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണം സ്പെഷ്യലായിട്ടുള്ള സേമിയ പായസമാണ്. നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടാക്കിയ സേമിയ പായസം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ സേമിയ പായസം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് കുറച്ച് സാധനങ്ങളൊന്ന് വറുത്തെടുക്കണം. അതാദ്യം ചെയ്യാം. അപ്പോൾ അതാ ഞാനൊരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിലേക്ക് നമുക്ക് 1 കൈപ്പിടി കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കളർ ചേഞ്ച് ആകുന്നവരെ ഫ്രൈ ചെയ്യാം. കാഷ്യൂനട്ടൊന്നും കരിയരുത്. കരിഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. നല്ലൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വീർത്ത് വരണം. വീർത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 100 ഗ്രാം സേമിയാണ് എടുത്തേക്കണത്. ഞാനിവിടെ 2 ലിറ്റർ പാലിനാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ 1 ലിറ്ററിനാണ് ഉണ്ടാക്കണമെങ്കിൽ 50 ഗ്രാം സേമിയ എടുത്താൽ മതി. സേമിയ ചേർത്ത് കൊടുക്കാം. രണ്ട് ലിറ്റർ പാലിന് 100 ഗ്രാം കറക്റ്റായിരിക്കും. ഒത്തിരി സേമിയ ചേർത്താലും നമ്മുടെ പായസം വല്ലാണ്ട് അങ്ങ് തിക്കായി പോകും. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ സേമിയ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഫ്ലെയിം കൂട്ടി കൊടുക്കരുത്. സേമിയ പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. അതിലാണ് നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. പായസത്തിന് ഒരു ക്രീമി കളർ കിട്ടുന്നത് ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴാണ്. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതാ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആകണം. ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതാ കളറ് നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഉടനെ തന്നെ ഈ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് സേമിയ എടുത്ത് വയ്ക്കാം. ഇത് നമ്മുടെ സേമിയ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എന്താ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തേക്കുന്നത്. നല്ല കട്ടിയുള്ള പാൽ. അപ്പോൾ എന്താ നമ്മുടെ പാൽ ഒഴിച്ച് കൊടുത്തു. ഇപ്പോൾ ഫ്ലെയിം കൂട്ടിയാണ് വെച്ചേക്കണത്. ഇനി പാലിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അടി പിടിക്കും. അടി കെട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇളക്കുമ്പോൾ മുകളിൽ ഭാഗം മാത്രമായിട്ട് ഇളക്കരുത്, അടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതാ നമ്മുടെ പാല് പതുക്കെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിലുള്ള പാൽപ്പാടയൊക്കെ പാലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ പായസത്തിന് ടേസ്റ്റ് കൂട്ടും. ഇതാ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചില്ലേ സേമിയ, അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ സേമിയ ഫുള്ളായിട്ട് പാലിലേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഒരു 5 മിനിറ്റോളം നന്നായിട്ട് തിളക്കട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ പായസം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് സേമിയ വെന്തോന്ന് നോക്കാം. സേമിയ ഒത്തിരി അങ്ങ് വെന്ത് പോകണ്ട. സ്പൂണിൽ കുറച്ച് സേമിയ എടുക്കുക, എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടായിട്ടൊന്ന് കട്ടാകണം. ആ ഒരു പരുവത്തിൽ എടുത്താൽ മതി. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. സേമിയ വെന്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർക്കാവുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർക്കുന്നുണ്ട്. അതാണ് ഞാൻ 1/4 കപ്പ് എടുത്തത്. അപ്പോൾ നിങ്ങൾ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്തിയാൽ മതി. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആദ്യം 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക, എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. വേണമെങ്കിൽ മാത്രം കൂട്ടി കൊടുക്കുക.
പഞ്ചസാര ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി തിളക്കട്ടെ. ഇപ്പോൾ കണ്ടോ നമ്മുടെ പായസം കുറച്ചൊന്ന് ലൂസായിട്ടല്ലേ ഇരിക്കണത്. ഇങ്ങനെ തന്നെ ഇരുന്നാൽ തന്നെ നമ്മൾ ചൂടാറി കഴിയുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആവുള്ളൂ. പഞ്ചസാര ചേർത്ത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മുടെ പായസം നല്ല ടേസ്റ്റി ആകണത്. മധുരമുള്ള എന്തുണ്ടാക്കിയാലും ഒരു 2 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് 400 ഗ്രാമിൻ്റെ ടിന്നാണ്. ഞാനിതിൽ 200 ഗ്രാമോളം നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇത് ചേർക്കുമ്പോൾ നമ്മുടെ പായസം വേറൊരു ലെവലാകും, നല്ല ക്രീമി ആയിട്ട് വരും. ഞാനിവിടെ അത്യാവശ്യം നല്ല മധുരത്തിലാണ് നമ്മുടെ പായസം ഉണ്ടാക്കുന്നത്. എന്തോരം മധുരം വേണോ അതിനനുസരിച്ച് കണ്ടൻസ് മിൽക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളച്ചോട്ടെ. ഇപ്പം നമ്മുടെ കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചു. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ മാത്രം ഇത് ചേർക്കണ്ട. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയോ അതോ ഇല്ലെങ്കിൽ 2-3 ഏലക്ക ഒന്ന് ചതച്ച് ചേർത്താലും മതിയാകും. ഞാനിവിടെ ഏലക്ക ഒന്ന് നന്നായിട്ട് ചതച്ചാണ് ചേർക്കുന്നത്. 2-3 ഏലക്ക നന്നായിട്ട് ചതച്ചതാണ്. ഏലക്കയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഏലക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലെടുക്കണം. അപ്പോൾ തന്നെ നമുക്ക് ചൂടാറുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആകുള്ളൂ. ചൂടാറി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഞാൻ തീ ഓഫ് ചെയ്യുകയാണേ. ഇപ്പോൾ അതാ നമ്മുടെ പായസത്തിൻ്റെ ചൂട് കുറച്ചൊന്ന് ആറിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് നമ്മുടെ സേമിയ പായസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഇതിനു മുമ്പ് ഞാൻ കുറച്ച് സദ്യ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പം നമ്മുടെ സേമിയ പായസം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.